നിങ്ങളൊരു മോഹൻലാൽ ഫാനോ മമ്മൂട്ടി ഫാനോ ആണെങ്കിൽ നിങ്ങളടുത്ത് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛനെയാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവരിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ ഒരു പക്ഷേ അതിനൊരു റീസൺ നിങ്ങൾക്ക് ഉണ്ടാവാം. അതേ സ്ഥാനത്ത് ഇത് രണ്ടുപേരും തുല്യമായി ഇഷ്ടമാണ്, പക്ഷേ ഇത് ആരെ പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ചില ആക്ടേഴ്സ് പറയുന്ന കേട്ടുണ്ടാവാം. ലാലേട്ടൻ, മമ്മൂക്ക അവർ പണ്ട് തൊട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ ഈ ഒരു മോളിവുഡിനെ താങ്ങി നിർത്തുന്നത്. ആ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു കാറ്റഗറി. തന്നെ അച്ഛനും അമ്മയും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇതിൽ ഒരാളെയാണ് ഇഷ്ടമെന്ന് പറയാനുള്ള ആ ഒരു ആൻസർ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ആരാണ് ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ കറന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുമ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആൻസർ എനിക്കുണ്ടാവും. പക്ഷേ ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ എനിക്കില്ല. ഞാനൊരു ഫാനാണ്. മോളിവുഡ് മോഹൻലാൽ മമ്മൂട്ടി, ഈ എന്നുള്ളതിൻ്റെ ഫാനാണ് ഞാൻ. ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു വന്നിരുന്ന ഒരു പാറ്റേണിനെ ഒരു ഡയറക്ടർ വന്നിട്ട് ഒരൊറ്റ ട്വിസ്റ്റ് അങ്ങ് ചെയ്തു. അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് കൊടുത്ത ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ആ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കണം എന്നുള്ളതായിരുന്നു. ഒരു 2024 ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം വിത്ത് മോളിവുഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കാൻ ധൈര്യം കാണിച്ച ആ ഒരു ഡയറക്ടറും ആ സിനിമയ്ക്ക് കൈ കൊടുക്കാൻ കാണിച്ച മമ്മൂട്ടി എന്ന ആക്ടറിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ ആ ഒരു ധൈര്യവും എങ്ങനെയാണോ ഫിലിം മേക്കർ വിഷ്വലൈസ് ചെയ്തത് അതേ രീതിയിൽ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത ആ ഒരു സിനിമയുടെ ഫുൾ ക്രൂ, അതിൽ ആക്ടേഴ്സ് ആയാലും അതിൻ്റെ ക്രൂ ആയാലും ആ ഒരു ഫുൾ ക്രൂവിന് വേണ്ടിയിട്ട് ഒപ്പം അവർക്കൊരു കൺഗ്രാറ്റ്സും പറയാണ്. ഭ്രമയുഗം എന്ന് പറയുന്ന മമ്മൂക്ക രാഹുൽ സദാശിവൻ സിനിമ ഇന്ത്യയിൽ നിന്ന് ആകെ ഒരു സിനിമയാണ് ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ സ്ക്രീനിങ് ചെയ്തത്. അത് ഭ്രമയുഗമാണ്. ഈ ഒരു കാര്യം എത്രത്തോളം വാല്യുബിൾ ആണ്, എത്രത്തോളം പ്രൗഡാണ് ഒരു മോളിവുഡ് അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമ്മൾക്ക് എന്നുള്ളത് സ്ക്രീനിങ് സമയത്ത് ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത ആ ഒരു ഒറ്റ വീഡിയോ ക്ലിപ്പ് കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഔട്ടായി നടക്കുന്ന മമ്മൂക്കയുടെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ വരുന്ന കയ്യടിയും ആ വിളിയും ഒക്കെ കേൾക്കുന്ന സമയത്തുണ്ടാവുന്ന ആ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അതൊരു യഥാർത്ഥ സിനിമാ പ്രേമി, മലയാളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് സ്വന്തം നമ്മളുടെ മദർ ലാംഗ്വേജിൽ ഒരു സിനിമ ലോകം കടക്കുന്നു, അതായത് ഏറ്റവും ചെറിയൊരു ഇൻഡസ്ട്രി എന്നുള്ള പേരിൽ കിടന്ന നമ്മുടെ സിനിമയെ ആ ഒരു റേഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരു ആർട്ട് ഇവിടെ ക്രിയേറ്റ് ആവാൻ കാരണം തന്നെ നമ്മളുടെ ഫോക്കാണ്, നമ്മളുടെ മിത്തും ഫോക്ലോറും ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആ സിനിമ. നമ്മുടെ കൾച്ചർ തന്നെ ഒരു തീമായിട്ട് വന്ന ഒരു സിനിമ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി അക്കാദമി മ്യൂസിയത്തിൽ സ്ക്രീനിങ് ചെയ്യുന്ന ഒരു സിനിമയായി മാറുമ്പോൾ കിട്ടുന്ന ഒരു മലയാളി അല്ലെങ്കിൽ ഒരു സിനിമാ ലവർ എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന ഒരു പ്രൗഡ് മൊമെന്റ്, അത് നമുക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ്. ഇത് കിട്ടിയ സിനിമ 100% ഡിസർവ് ചെയ്യുന്ന സിനിമയാണെന്നും അഭിപ്രായമാണ് എല്ലാവർക്കും. പക്ഷേ എല്ലാത്തിനും ഉണ്ടാവും ഒരു നെഗറ്റീവ് സൈഡ്. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ലാലേട്ടൻ ഫാൻ, ഒരു മമ്മൂക്ക ഫാൻ, അങ്ങനെ നിങ്ങൾ രണ്ടായി ഗണം തിരിച്ച് കാണുന്ന സമയത്ത് ഒരു മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ കിട്ടിയ അച്ചീവ്മെൻറ്റ് അതൊരു മമ്മൂട്ടിയുടെ വിജയം എന്ന് മാത്രമായിട്ട് കാണും. അതേസമയം നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർക്ക് തന്നെക്കാൾ മുകളിലൊരു സ്റ്റെപ്പ് വെച്ചോ എന്നുള്ള പേടിയിൽ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഫൈറ്റ്. ഇത്തരത്തിലുള്ള ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ചിലപ്പോൾ ആ ഒരു ഗ്യാങ് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലും കാണാം. ഞാൻ എപ്പോഴും ഒരു മൂവി റോസ്റ്റ് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ ഒരു കണ്ടൻറ്റിനെയും റെസ്പെക്റ്റ് ചെയ്യണം എന്നെപ്പോഴും പറയുന്ന ഒരാളാണ്. ഞാൻ ആരാധിക്കുന്ന ആക്ടറിന് ഇത്രയും കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ആക്ടറിന് ഇത്രയും കിട്ടി എന്ന് ഈ രണ്ട് മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ഒരു ടൈപ്പ് ആ ഒരു കാറ്റഗറിയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മൈൻഡ് ചെയ്യേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതേ ആൾക്കാർ തന്നെ ഒരുപക്ഷെ ഈ വീഡിയോയുടെ താഴെയും പല രീതിയിൽ പറയുന്നവരുണ്ടാവാം. ലാലേട്ടൻ കിങ് ആണെന്നും മമ്മൂക്ക കിങ് ആണെന്നും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് കടിച്ചു കീറുന്ന. ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ കൂടുതലും ആഗ്രഹിക്കുന്നത് ഒരു സിനിമ ലവർ, അതായത് ഇഷ്ടപ്പെടുന്ന, അതായത് മോഹൻലാൽ മമ്മൂട്ടി മോളിവുഡ് ഈ മൂന്നും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫാമിലി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ ആഗ്രഹം. അത്തരത്തിൽ നമ്മൾ നിന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കൊച്ചു ഇൻഡസ്ട്രി വീണ്ടും കടൽ കടന്ന് അടുത്തടുത്ത ബെഞ്ച് മാർക്കുകളിലേക്ക് പോകുള്ളൂ. ഇതൊരു ചെറിയൊരു തുടക്കം മാത്രമാണ്. ഒരു മ്യൂസിയം അക്കാഡമിയിലേക്ക് സ്ക്രീനിങ് ചെയ്തതിലൂടെ നമ്മുടെ ആ ഒരു സിനിമ ലോകത്തുള്ള പല ഇൻ്റർനാഷണൽ ഫിലിം മേക്കേഴ്സും കാണാനിടയായി. മേ ബി ഇനി ആ ഒരു ഫിലിം മേക്കേഴ്സ്, നമ്മുടെ ആ ഒരു സിനിമ കണ്ട ഫിലിം മേക്കേഴ്സ് നമ്മളുടെ ലാംഗ്വേജിലെ മറ്റ് കൊച്ചു സിനിമകൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കൾട്ട് ക്ലാസിക്സ് ആയിട്ട് പറയുന്ന പല സിനിമകളും ഒരു പക്ഷേ ആ ഫിലിം മേക്കേഴ്സ് റീവിസിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ റീവിസിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ആ സിനിമകളിലെല്ലാം ഒരു റെക്കഗ്നൈസേഷൻ, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടും. അതിൽ കൂടുതലും മോഹൻലാൽ സിനിമകളായിരിക്കും.
നമ്മുടെ പഴയകാല പല കൾട്ട്, അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന കൂടുതൽ സിനിമകളുള്ളത്, അതായത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ബ്രഹ്മയുഗം പോലെ ഒരു യുണീക്ക് തീമിൽ, അതായത് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് കൂടുതലും ലാലേട്ടൻ സിനിമകളാണ് പണ്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പഴയ സിനിമകളൊക്കെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഫിലിം മേക്കേഴ്സ് കാണാൻ ഇടയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്തൊരു സ്ക്രീനിങ്ങിൽ ചിലപ്പോൾ നമ്മുടെ അതിൽ നിന്നൊരു സിനിമയായിരിക്കും ഒരു പിക്ക് ചെയ്യുന്നത്. അതിനൊരു വഴി തുറന്നതോ നമ്മുടെ മലയാളത്തിൻ്റെ മമ്മൂക്ക ഒരു വഴി തുറന്നിട്ടു. ഓസ്കാർ മ്യൂസിയത്തിലേക്ക് ആ ഒരു സിനിമ വന്നതോടുകൂടി ഇങ്ങനൊരു സിനിമ സെക്ഷനും കൂടി ഉണ്ട് എന്നുള്ളത് ആ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ ഫിലിം മേക്കേഴ്സ്, ഇൻ്റർനാഷണൽ ഫിലിം മേക്കേഴ്സ് അറിയാൻ തുടങ്ങി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫൈൻഡ് ചെയ്തിട്ട് ആ സിനിമകൾ അവർ വീണ്ടും ഈ പറയുന്ന പോലെ ഓസ്കാർ മ്യൂസിയത്തിലോ മേ ബി ഓസ്കാർ നോമിനേഷൻ കാറ്റഗറിയിലേക്ക് നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ഫിലിംസും കൂടി ആ സ്ക്രീനിൽ വരുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ മമ്മൂക്കയുടെ ഒരു സിനിമ ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മൾ ലാലേട്ടൻ്റെ ഒരു സിനിമയും കൂടി അവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോളിവുഡിൻ്റെ 2 തൂണുകൾ ഇപ്പോൾ ആ ഒരു അവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളെ മോളിവുഡിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന അവിടേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മോളിവുഡിൻ്റെ ഒരു സൈഡാണ് ഇപ്പോൾ നേരെ ആ ഒരു ഓസ്കാർ മ്യൂസിയത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റേ സൈഡും കൂടി അവിടേക്ക് എത്തണം. ഇതിനു മുമ്പ് ഗുരു എന്ന് പറഞ്ഞ സിനിമ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിലൊക്കെ എത്തി, അല്ലെങ്കിൽ നോമിനേഷൻ ഇതിൽ വന്നു എന്നുള്ള പറയുന്നുണ്ട്. അത് ഈ പറയുന്നത് പോലെ ഒരു നോമിനേഷൻ എന്ന രീതി പോയതാണ്. അതിന് അപ്രൂവ് ആയെന്നോ അല്ലെങ്കിൽ അത് സെലക്ട് ആയി എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. നമ്മൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മളുടെ മോളിവുഡിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലാണ് ആദ്യത്തെ സിനിമയാണ് ഈ പറയുന്ന ഓസ്കാർ മ്യൂസിയത്തിൽ സ്ക്രീനിങ്ങിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയ നേട്ടമല്ല, ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇനി ഏതൊക്കെ സിനിമ വന്നാലും ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടും. അതായത് ആദ്യമായിട്ട് ഏത് സിനിമയാണ് ഓസ്കാർ മ്യൂസിയത്തിൽ സ്ക്രീനിങ് ചെയ്തതെന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ബ്രഹ്മയുഗം എന്നുള്ള സിനിമ വരും. ഇനിയിപ്പോൾ ഏത് ബോളിവുഡ് സിനിമ ആയാലും അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ഏത് സിനിമകൾ പോയാലും നമ്മളുടെ മലയാളമാണ് ആ ഒരു ടൈറ്റിൽ വിന്നർ. നമ്മളുടെ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത് പേഴ്സണൽ ഇമോഷൻസിൻ്റെ ബേസിലാണ്. ചിലപ്പോൾ ഒരാൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അയാൾ കൂടുതൽ കണ്ടു വളർന്നത് ആ ഒരു ആക്ടറിൻ്റെ സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ആ ആക്ടറിൻ്റെ ആക്ടിങ് പെർഫോമൻസ് ഇഷ്ടം കൊണ്ടായിരിക്കാം. അങ്ങനെ പല റീസൺസ് പേഴ്സണലി ഉണ്ടായിരിക്കും. മാന്യമായിട്ട് ആ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ഇന്ന ആളിനെ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്ന ആൾക്കാർക്ക്. അതേസമയം ഒരാളുടെ സക്സസ് കാണുമ്പോൾ മറ്റൊരാളുടെ ഫാൻസ് കിടന്ന് അടികൂടില്ലേ, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ചില ടീംസിനെ മാത്രമാണ് നമുക്ക് ഒരു വിമർശനം അല്ലെങ്കിൽ അവരെ എന്തിന് മൈൻഡ് ചെയ്യണം എന്നുള്ള ഒരു തോന്നാറ്. ഇതിനു മുമ്പ് പല രീതിയിൽ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡ് ചെയ്യുന്ന രീതി വന്നിട്ടുണ്ട്, ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു സിനിമ, ഒരു ഫാൻ ബൈറ്റ് എന്ന രീതിയിൽ നമുക്ക് വിടാം. പക്ഷേ ഇത് നമ്മളുടെ മോളിവുഡ് ഇൻഡസ്ട്രിക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റിനെ ഇത് മോഹൻലാൽ മുമ്പേ ചെയ്തതാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി ഇത് ഡിസർവ് ചെയ്യുന്നില്ല, അതിനാണോ ഇത്തരത്തിലുള്ള ചില ഫേക്ക് ഐഡീസാണ്. എന്തായാലും ഒറിജിനൽ ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ ബിഹൈൻഡിൽ കുറച്ച് പേരുണ്ടാവുമല്ലോ ഒറിജിനൽ ആട്ടവർ. എന്തൊക്കെയായാലും നിങ്ങൾ ഇത്തരത്തിൽ ഒരു മോഹൻലാൽ ഫാൻ, മമ്മൂട്ടി ഫാൻ എന്നുള്ളതിൻ്റെ മീനിങ് ഇപ്പോൾ ഈ കണ്ടതുപോലെ ഒരു നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു നല്ല സമയം വരുമ്പോൾ അതിനെ 2 ഫാനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിന്ന് നമ്മൾ തന്നെ നമ്മളുടെ സക്സസ്സിനെ ഡീഗ്രേഡ് ചെയ്യാതെ ആ സക്സസ്സിനെ നമ്മളുടെ സക്സസ്സായി കണ്ടുകൊണ്ടിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ, ഞാനൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ പോലും ഇത് നമ്മളുടെ മലയാളത്തിൽ വന്നതിൽ സന്തോഷിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അവരവരുടെ അഭിപ്രായം പറയാം. 100 കോടി ഇല്ലാത്ത നിനക്ക് ഇത് കിട്ടിയോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോടികളും കണക്കുകളും വെച്ചിട്ട് ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു അമ്മയുടെ എന്തോ ഒരു പരിപാടിക്ക് തന്നെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വിഷ്വൽ കണ്ടാൽ തന്നെ ഇവരുടെ ഈ ഒരു ഫാൻ ഫൈറ്റിനുള്ള ഉത്തരവായി. അവർ രണ്ടുപേരും ഒരുപോലെ പണിയെടുത്തത് കൊണ്ടാണ് ഇന്നത്തെ നമ്മളെ തലമുറ പോലും ലാലേട്ടൻ മമ്മൂക്ക ഫാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നേ പുതിയ ഇന്നത്തെ ഏതെങ്കിലും തലമുറ ഫാനാണെന്നുള്ള പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ അങ്ങനെ പറയുന്നവരെ തന്തവൈപ്പെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞേനെ. പക്ഷെ അവരിപ്പോഴും സർവൈവ് ചെയ്യുന്നു, എത്ര ജനറേഷൻസ് സർവൈവ് ചെയ്ത് വരുന്നു. അപ്പോൾ അത് അവർ രണ്ടുപേരും പണിയെടുത്തത് കൊണ്ടല്ലേ. അപ്പോൾ ഈ 2 പേരും പണിയെടുത്തതിനെ 2 ഈക്വലായിട്ട് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ്ടേ. അവർ 2 പേരും പണിയെടുക്കുന്നത് നമ്മുടെ മോളിവുഡിന് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ഈ ഒരു ഫാൻ ഫൈറ്റ് അവിടെ നിൽക്കില്ലേ. ഇതിലാരാണ് ഏറ്റവും നല്ല ആക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മോഹൻലാൽ ഫാനല്ല മമ്മൂട്ടി ഫാനും അല്ലാത്ത ഒരു നോർമൽ ആളുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ്ലി നല്ലൊരു സിനിമ ആരാണോ നല്ലതുപോലെ പെർഫോം ചെയ്ത് സക്സസ്ഫുൾ ആക്കിയിരിക്കുന്നത്, അതിപ്പോൾ കളക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇന്ന ആൾ നന്നായി ചെയ്തു, അതിന് മുമ്പുള്ള സിനിമയിൽ ആ ഒരു ആക്ടർ നല്ലപോലെ ചെയ്തു എന്നുള്ള ഉത്തരമേ കിട്ടുള്ളൂ. അതല്ലാതെ ഒരു ലാലേട്ടൻ ഫാൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ നന്നായി ചെയ്തു, മമ്മൂക്ക ഫാൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മമ്മൂക്ക നന്നായി ചെയ്തു. ഈ ഒരു കാര്യത്തിന് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ഓർമ്മപ്പെടുത്താൻ പറ്റും. നിങ്ങൾ ലാലേട്ടനെയോ മമ്മൂക്കയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയ ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അതൊരു ലാലേട്ടനോ
മമ്മൂക്കയോ മാത്രം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം വേണ്ടിയുള്ള ഒരു അച്ചീവ്മെൻ്റ് അല്ല. ഇത് മോളിവുഡ് എന്ന് പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ്. അത് ഈ രണ്ട് കൂട്ടരും കൂടി ചേർന്ന് നിന്ന് സെലിബ്രേറ്റ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. മമ്മൂട്ടി എന്ന ആക്ടറിന് ഇത് കിട്ടുന്ന സമയത്ത് എന്തായാലും ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇത് കാണുന്ന ആൾക്കാരും ഫിലിം മേക്കേഴ്സും എല്ലാ ആൾക്കാരും ഇൻ്റർനാഷണലി അവരെല്ലാം നമ്മൾ ഈ മോളിവുഡ് ആക്ടേഴ്സിൻ്റെ ഇൻസ്റ്റാ പേജ് മറ്റേ ഇതൊക്കെ കയറി നോക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഹാഷ്ടാഗിലൊക്കെ കയറി നോക്കുന്ന സമയത്ത് ഓരോ കമൻറ്റുകൾ, പിന്നെ മലയാളത്തിലായതുകൊണ്ട് വലിയ ഇതില്ല, ഇതുപോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തന്നെ കാണുന്ന സമയത്ത് അവർ തന്നെ അവർക്ക് തന്നെ നമ്മൾ സിനിമ കണ്ട് അവർക്ക് കിട്ടിയ ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, അതങ്ങ് പോയി കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ അടി കൂടുന്നത്, സിനിമയ്ക്ക് വേണ്ടി കിടന്ന് അടി കൂടുന്നത് ഓക്കെ, ഇതുപോലുള്ള കിട്ടുന്ന അച്ചീവ്മെൻറ്റിന് നിങ്ങളൊരു നല്ല മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഫാനാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അടി കൂടരുത്. ഇനിയിപ്പോൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അടി കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടി കൂടിക്കും, ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു കൊച്ചു കാര്യം പറയണം. ഒപ്പം മമ്മൂട്ടി എന്ന ആക്ടറിനും രാഹുൽ സദാശിവൻ എന്ന ഫിലിം മേക്കറിനും ഒപ്പം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ഫുൾ ക്രൂവിനും ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടി തന്നതിനും അത് നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞതിലും പ്രൗഡാണ് എന്നുള്ള ഒരു ഇമോഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ റീസെൻറ്റ് വീഡിയോസ് ഇവിടെ കൊടുത്തേക്കാം. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇരുട്ടായില്ല മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.